വർഷങ്ങൾ കുറെ കഴിഞ്ഞില്ലേ? ചിലപ്പോ നിങ്ങളുടെ ഓർമ്മകൾക്ക് ക്ലാവ് പിടിച്ചു കാണും. പക്ഷെ എന്റെ ഓർമ്മയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. മറ്റന്നാളാണ് റവന്യൂ ഓഫീസിന്റെ കോൺട്രാക്ട് ആർക്ക് കിട്ടുന്നുവെന്ന് ലേലത്തിലൂടെ തീരുമാനിക്കുന്ന ദിവസം. നമുക്ക് തന്നെ അത് കിട്ടണം. അതിനെക്കുറിച്ച് സംസാരിക്കാനാ ഞാനിപ്പോൾ വന്നത്. ആഹാ, മക്കൾ രണ്ടുപേരോട് ഉണ്ടായിരുന്നോ? ഇളയവൾ ഇന്നലെ വന്നതാ, ഇന്ന് തിരിച്ചു പോകും. ആ, പഠിപ്പൊക്കെ കഴിഞ്ഞല്ലോ. എന്താ അവന്തിക മോളുടെ ഇനിയുള്ള പരിപാടി? എനിക്കും ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ എന്റെ അച്ഛന് നാട്ടുകാരിലുള്ള വിശ്വാസം പോലും എന്റെ അടുത്തില്ല. ഈ ബിസിനസ് എന്ന് പറയുന്നത് വളരെ സുഖവും സന്തോഷവും തരുന്ന ഒരു ഏർപ്പാടാണെന്നാണ് ഇവളുടെ വിചാരം. ആദ്യം നീ ഞങ്ങളോടൊപ്പം നിന്ന് എല്ലാം ഒന്ന് പഠിക്കും, എന്നിട്ട് സ്വന്തം ബിസിനസിനെ കുറിച്ച് ആലോചിക്കാം. അല്ല, നിങ്ങളിൽ ആരോടൊപ്പം നിന്ന് പഠിക്കണം? അച്ഛന്റെ കൂടെയോ അതോ സേതുവങ്കളുടെ കൂടെയോ? അതിൽ നിനക്കൊരു സംശയം വേണ്ട. ബിസിനസ്സിലെ മുഴുവൻ കാര്യങ്ങളും അരച്ച് കലക്കി കുടിച്ച സേതുവിന്റെ കൂടെ നീ നിന്നാ മതി. ക്ഷമ, കൂർമ്മ ബുദ്ധി, ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും വിജയം. അതാണ് നെല്ലിശ്ശേരി അസോസിയേറ്റ്സ്, അല്ലേ സേതു? അതൊക്കെ ഈശ്വരാനുഗ്രഹമല്ലേ. എന്തോ ഭാഗ്യത്തിന് ചെയ്യുന്നതൊക്കെ വിജയമാവുന്നു. ആ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് വരാം. ഈ കോൺട്രാക്ട് നമുക്ക് ആർക്ക് കിട്ടിയാലും ഒരുമിച്ച് നിന്ന് തന്നെ നമുക്ക് ചെയ്യാം. മുമ്പത്തെ പോലെ നല്ലൊരു ശതമാനം ഷെയർ നിനക്ക് ഞാൻ തരികയും ചെയ്യാം. എല്ലാം മുന്നത്തെ പോലെ തന്നെ മതി. നീ തരുന്നതെന്തോ അതാണ് എന്റെ ലാഭവിഹിതം. മുമ്പത്തെ പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. മാത്രമല്ല, ഈ കോൺട്രാക്ടിന് പലരും നല്ല രീതിയിൽ ശ്രമിക്കുന്നുമുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം 5-ൽ കൂടുതൽ ബിസിനസ്സുകാർ ഇതിനായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അല്പം റിസ്ക് ഉള്ള പണിയാ. കൊട്ടേഷൻ കയ്യിൽ നിന്ന് പോകരുത്, എനിക്ക് അത്രേ ഉള്ളൂ. ഞാനൊരു വഴി പറയട്ടെ? വേണ്ട. വിനയ, മോള് പറയട്ടെ. അത് നിങ്ങൾ രണ്ടുപേരും കുറെ നാളായി ഇതുപോലത്തെ ലേലത്തിലൊക്കെ പങ്കെടുത്ത് പരിചയമുള്ളവരല്ലേ? അപ്പോ ലേലം നടത്തുന്ന ആരെങ്കിലും സ്റ്റാൻഡിൽ പിടിച്ചാ ബാക്കിയുള്ളവരുടെ കൊട്ടേഷൻ തുക എത്രയാന്ന് നമുക്കറിയാൻ കഴിയുമല്ലോ. വളരെ സിമ്പിൾ അല്ലേ അത്? കേട്ടില്ല സേതു, ഇതാണ് ഇവളുടെ ബുദ്ധി. ബിസിനസ്സിലേക്ക് ഇറങ്ങിയില്ല, അതിനു മുമ്പേ ചതിയെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. മോളെ, മോളുടെ ആലോചനയെ ഞാൻ കുറ്റം പറയുന്നതല്ല. ബിസിനസ്സിൽ എപ്പോഴും നേരും നെറിയും വേണം, എങ്കിലേ ഉയർച്ചയുണ്ടാവൂ. ഞാനും നിന്റെ അച്ഛനും ഒക്കെ ഇപ്പോഴും സക്സസ് ആയി നിൽക്കുന്നത് സത്യസന്ധത കൊണ്ടാ. എപ്പോ കൃത്രിമം കാണിക്കുന്നോ അവിടെ പതനം തുടങ്ങും. നാളെ ഒരു സമയം നീയും ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലും മോളിത് ഓർമ്മയിൽ വെക്കണം. വിശ്വാസം നഷ്ടപ്പെടുന്ന ഒന്നും ചെയ്യരുത്. നമ്മളെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരും എന്ന് ചിന്തിച്ചു വേണം ഏത് കാര്യവും ചെയ്യാൻ. നീ അവളെ ഉപദേശിച്ച സമയം കളയണ്ട. അവളുടെ അമ്മ ജീവിച്ചിരുന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. എന്ത് കാര്യം പറഞ്ഞാലും ആദ്യം ചിന്തിക്കുന്നത് മറുവശമായിരിക്കും. നീ നമ്മുടെ കൊട്ടേഷന്റെ കാര്യം പറയും. നീ പറഞ്ഞത് വെച്ച് കൊട്ടേഷൻ തുക കുറച്ച് കൂടുതലായി വെക്കേണ്ടി വരുമല്ലേ? ഞാൻ അതിലേക്കാ പറഞ്ഞു വരുന്നത്. ഇത്തവണ നമ്മൾ ജോയിൻ കൊട്ടേഷൻ കൊടുക്കുന്നില്ല. നെല്ലിശ്ശേരി അസോസിയേറ്റ്സും അവന്തിക ഗ്രൂപ്പും 2ആയി കൊട്ടേഷൻ സമർപ്പിക്കാം. അതാണ് സുരക്ഷിതത്വവും ഗുണകരവും. ഞാൻ കൊടുക്കുന്ന തുക എത്രയാണെന്നും നീ കൊടുക്കുന്ന തുക എത്രയാണെന്നും നമുക്ക് തീരുമാനിക്കാം. അതാവുമ്പോൾ നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് കോൺട്രാക്ട് കിട്ടും. അതൊരു നല്ല ആശയമാണ്. എങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ബാക്കി നീ തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി. എങ്കിൽ ശരി, ഞാൻ ഇറങ്ങട്ടെ. വൈകിട്ട് നമുക്ക് ക്ലബിൽ വെച്ച് ബാക്കി സംസാരിക്കാം. ആയിക്കോട്ടെ. എങ്കിൽ പോട്ടെ മോളെ.
അച്ഛാ, അച്ഛനെന്തിനാ ജോയിന്റ് കൊട്ടേഷനും പാർട്ട്ണർഷിപ്പും ഒക്കെ? സേതുവങ്കളിനെ പോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ അച്ഛനും? എന്തിനാ സേതുവങ്കൾ പറയുന്നത് കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നേ? അച്ഛന് സ്വന്തമായിട്ട് ചെയ്തൂടെ ഇതെല്ലാം? എല്ലാത്തിനും അവരുടെ കൂടെ നിൽക്കുകയും വേണം, തരുന്ന വളരെ കുറച്ച് പൈസ വാങ്ങി മിണ്ടാതിരിക്കുകയും വേണം. ഇതിപ്പോ തന്നെ എത്ര വർഷമായി? എന്നും സേതുവങ്കളുടെ തണലിൽ നിന്നാ മതിയോ? നീ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? സേതുവിനെ പോലൊരു പാർട്ണറെ എനിക്കിനി കിട്ടില്ല. ഇതുപോലൊരു പാർട്ണർ എപ്പോഴും എനിക്കൊരു ബലമാണ്. ഒരിക്കലും ചതിയെപ്പറ്റി ആലോചിക്കില്ല. തിരിച്ച് ഞാനും അങ്ങനെ തന്നെയാണ്. പാർട്ണർ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കേണ്ട ഒരു ബന്ധമല്ല ഞങ്ങളുടേത്. എൻ്റെ ഒരു സഹോദരനും അതിലുപരി കൂട്ടുകാരനുമാണ് സേതു. എന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനും അവൻ തന്നെയാണ്. ബിസിനസ്സിൽ സെന്റിമെന്റ്സിന് സ്ഥാനമില്ലെന്ന് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുള്ളതാ. അവസാനം കൂട്ടുകാരൻ പണി തരാതെ നോക്കിയാ മതി. അവന്തികെ, നീ കരുതുന്നത് പോലെ ബിസിനസ് ഒരു കുട്ടിക്കളിയല്ല. അനാവശ്യമായൊരു എടുത്തുചാട്ടം മതി ഉള്ളതെല്ലാം പോവാൻ. ഇപ്പൊ സേതുവിനൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ടാ വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ പോകുന്നത്. ഞാൻ തോറ്റുപോയ പല വിഷമഘട്ടങ്ങളിലും എന്നെ കൈപിടിച്ച് കയറ്റിയതും താങ്ങി നിർത്തിയതും സേതുവാ. എനിക്കുണ്ടെന്ന് പറയുന്ന സ്വത്തുക്കളെല്ലാം സേതുവിന്റെ കൂടെ അധ്വാനമാണ്. അതുകൊണ്ട് സേതുവിനെ കുറ്റം പറയുന്ന രീതിയിൽ മേലിൽ നീ എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കരുത്. എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇത്രയും പ്രായത്തിനകത്ത് ഞാൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എന്തും ചെയ്യും. അതുകൊണ്ട് എന്നെ തിരുത്താൻ എൻ്റെ മോള് വരണ്ട. അമ്മാവാ, എവിടെയുണ്ട്? എനിക്കൊന്ന് കാണണം. ഹലോ, ആ ഞാനിവിടെ തന്നെ ഉണ്ട്. ഹരിഹരനല്ലേ വരുന്നത്? ഓ, സാറിൻ്റെ മോളാണോ? ശരി ശരി, കണ്ടു കഴിഞ്ഞ് ഞാൻ വിളിക്കാം. പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി എന്നാ. പ്രഭാകരൻ സാറല്ലേ? അതെ, ഹരിഹരൻ പറഞ്ഞ ആള് തന്നെയാ. എന്റെ ആവശ്യം ഞാൻ സാറിനോട് പറയാം. റവന്യൂ ഓഫീസ് കൺസ്ട്രക്ഷന്റെ നാളെ നടക്കാനിരിക്കുന്ന ലേലം അവന്തിക ഗ്രൂപ്പിന് കിട്ടണം. പല കൺസ്ട്രക്ഷൻ ഗ്രൂപ്പുകളും ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ശക്തമായ എതിരാളി നെല്ലിശ്ശേരി അസോസിയേറ്റ്സ് തന്നെയാ. ഒരു കാരണവശാലും ഈ റവന്യൂ ഓഫീസ് കൺസ്ട്രക്ഷൻ നെല്ലിശ്ശേരി ഗ്രൂപ്പിന് കിട്ടരുത്. എല്ലായ്പ്പോഴും നെല്ലിശ്ശേരി സേതുമാധവൻ എന്ന ബിസിനസ് രാജാവിനാണ് എല്ലാ കൊട്ടേഷനും കിട്ടാറ്. ഇനി മുതൽ അത് മാറണം. സേതുമാധവൻ എന്ന പേര് കേൾക്കുന്നിടത്തെല്ലാം എൻ്റെ അച്ഛൻ്റെ പേര് വേണം കേൾക്കാൻ. ഇത്രയും കാലം പാർട്ട്ണർ എന്നൊരു പേര് മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. രാജാവിനെ പോലെ ഭരിക്കുന്നതും ലാഭം കൊണ്ടുപോകുന്നതും എല്ലാം സേതുമാധവനാ. അയാളിപ്പോ രാത്രിയെന്ന് പറഞ്ഞ പാവ എൻ്റെ അച്ഛനത് വിശ്വസിക്കും. സഹോദര തുല്യനായ കൂട്ടുകാരനാണ്, ബിസിനസ്സിൽ പകുതി പങ്ക് അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ അച്ഛനെ കയ്യിലെടുത്ത് വെച്ചിരിക്കുക. ഞാൻ എത്ര പറഞ്ഞിട്ടും അച്ഛൻ കേൾക്കുന്നുമില്ല, മനസ്സിലാക്കുന്നുമില്ല. അതുകൊണ്ടാ അമ്മാവനോട് പറഞ്ഞ് പ്രഭാകരൻ സാറിനെ വിളിപ്പിച്ചത്. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നാളെ
യഥാർത്ഥ റവന്യൂ ഓഫീസ് കെട്ടിട ലേലം മുതൽ ഇനി അങ്ങോട്ടുള്ള കോളേജ്, പൈപ്പ് ലൈൻ തുടങ്ങിയ എല്ലാ കൊട്ടേഷനുകളും അവന്തിക ഗ്രൂപ്പിന് കിട്ടണം. സേതുമാധവൻ എന്നേക്കുമായി ഫീൽഡ് ഔട്ട് ആവുകയും വേണം. എന്തു പറയുന്നു? അവന്തിക ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഒരു സീനിയർ ക്ലർക്കായ എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മുൻപ് ജോലി ചെയ്തിരുന്ന പലയിടത്തും ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വലിയ വിജയമാണെന്ന് മാത്രമല്ല, പല വമ്പൻ ബിസിനസ്സുകാരെയും ഞാൻ തളർത്തിയിട്ടുമുണ്ട്, പലരെയും വളർത്തിയിട്ടുമുണ്ട്. അവന്തിക എല്ലാം എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനുള്ളത് പറയാം. ഈ റവന്യൂ ഓഫീസ് കെട്ടിടം പണി തീർന്നു വരുമ്പോൾ അത് ചെയ്യിക്കുന്ന കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന് എത്ര ലാഭം കിട്ടുമെന്നൊക്കെ എനിക്കറിയാം. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഓരോ ലേലവും നിങ്ങൾ അവന്തിക ഗ്രൂപ്പിന് കിട്ടുമ്പോൾ 20 ലക്ഷം രൂപ എനിക്ക് തരണം. ആ 20 ലക്ഷം രൂപയ്ക്ക് ഞാൻ എൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യും. നെല്ലിശ്ശേരി ഗ്രൂപ്പ് എന്നേക്കുമായി തകർത്തു തരാം. ഞാനിപ്പോൾ പറഞ്ഞതിന് അവന്തിക സമ്മതിക്കുകയാണെങ്കിൽ നാളത്തെ ലേലം അത് അവന്തിക ഗ്രൂപ്പിന്. എന്തു പറയുന്നു? സമ്മതം. ഇതിൽ രൂപയുടെ കണക്ക് ഞാൻ നോക്കുന്നില്ല. ജയം മാത്രമേ മുന്നിൽ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ ചെറിയൊരു അഭിമാന പ്രശ്നം ഉണ്ടെന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പണം ഇന്ന് തന്നെ കിട്ടണം. ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞ തുക എഴുതിയെടുക്കാൻ സാറിന്. നമ്മളിതിപ്പോൾ നിസ്സാരമായി പറഞ്ഞെങ്കിലും ഇതിനിടയ്ക്ക് ചില കളികൾ കളിക്കേണ്ടതുണ്ട്. അതിലേറ്റവും എളുപ്പം ബ്രൈബറി ആരോപിച്ച് നെല്ലിശ്ശേരി ഗ്രൂപ്പിനെ ഒഴിവാക്കുക എന്നതാണ്. കൈക്കൂലി കൊടുത്ത് കൊട്ടേഷൻ പിടിക്കാൻ ശ്രമിച്ചുവെന്ന് പുറം ലോകം അറിയുന്നതോടെ ഈ പറയുന്ന സേതുമാധവൻ മാനസികമായി തകർന്നോളൂ. അതിന് നാളെ ലേലം തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് കുറച്ച് പണം എൻ്റെ കയ്യിൽ തരണം. അതും പണമായിട്ട് തന്നെ തരണം. ബാക്കിയൊക്കെ ഈ പ്രഭാകരനേറ്റു. അവന്തിക നേരത്തെ എന്നോട് പറഞ്ഞതുപോലെ നാളെ നിങ്ങളുടെ ഉയർച്ചയുടെ ആദ്യ പടിയാണ്. അവന്തിക ധൈര്യമായിട്ട് പോകും. എന്നിട്ട് നാളെ രാവിലെ അങ്ങ് വന്നാൽ മതി. എല്ലാവരും എത്തിയെങ്കിൽ നമുക്ക് തുടങ്ങാം. സാർ, നമുക്ക് തുടങ്ങാം. പ്രഭാകര, എല്ലാവരുടെയും ഫയലുകൾ കളക്ട് ചെയ്തോളൂ. ശരി സാർ. ഇവിടെ വെച്ചോളൂ. വരാൻ പോകുന്ന റവന്യൂ ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ കോൺട്രാക്ട് കൊട്ടേഷനുകളിൽ നിങ്ങൾ ഓരോരുത്തരും നൽകിയിട്ടുള്ള കൊട്ടേഷൻ എമൗണ്ടുകൾ വായിക്കാൻ പോവുകയാണ്. K&K ബ്രദേഴ്സിന്റെ കൊട്ടേഷൻ എമൗണ്ട് 1,10,00,000. അടുത്തത്
ഇതെന്താ പരസ്യമായിട്ട് കൈക്കൂലി തന്നതാണോ? ഇതാരാ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തേ? ആരുടെ കൊട്ടേഷൻ സാറേ ഇത്? അവന്തിക ഗ്രൂപ്പ് വിനയചന്ദ്രൻ. ഞാനല്ല. നിങ്ങളല്ലേ? നിങ്ങളല്ലാതെ പിന്നെ നിങ്ങൾ കൊടുത്ത ടെൻഡർ ഫയലിൽ പണം എങ്ങനെ വന്നു? നിങ്ങളും നെല്ലിശ്ശേരി അസോസിയേഷനുമായിട്ടല്ലേ പാർട്ണർഷിപ്പ്? അപ്പോ കാലാകാലങ്ങളായി ഇങ്ങനെ കൈക്കൂലി കൊടുത്ത കോൺട്രാക്ടർ മുഴുവൻ പിടിച്ചോണ്ട് പോകുന്ന അല്ലേ? നിങ്ങൾ ബഹളം വെക്കാതിരിക്കേ. എന്റെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ സംഭവം. ബഹളം വയ്ക്കും. എല്ലാ ലേലത്തിലും ഒരു ടെൻഡർ മാത്രം കൊടുക്കുന്ന ഇവർ രണ്ടുപേരും ഇപ്പോൾ രണ്ടായിട്ട് ടെൻഡർ സമർപ്പിച്ചതിൽ തന്നെ ദുരൂഹതയുണ്ട്. ഇനി കൂട്ടുകച്ചവടത്തിൽ എന്തെങ്കിലും അപാകതയുള്ളതുകൊണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചോ രണ്ടാളും? എങ്കിൽ സംശയിക്കണ്ട, സേതുമാധവൻ വിനയന് പണി കൊടുത്തത് തന്നെ. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് വിനയചന്ദ്രനെ ഇനി ലേലത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റില്ല. മറ്റ് കർശന നടപടികൾ എടുക്കുകയും വേണം. എല്ലാവരും നിശബ്ദരായിരിക്കൂ. ഞാൻ സംസാരിക്കട്ടെ. മിസ്റ്റർ വിനയചന്ദ്രൻ, നിങ്ങൾ കാണിച്ചത് വളരെ മോശമായ പ്രവൃത്തിയാണ്. ലേലം തടസ്സപ്പെടുത്തിയതിനും ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനായ എനിക്ക് കൈക്കൂലി തരാൻ ശ്രമിച്ചതിനും നിയമപരമായ നടപടി എനിക്ക് നിങ്ങൾക്കെതിരെ എടുത്തേ പറ്റൂ. ഈ ഒരു സംഭവത്തെ മുൻനിർത്തി നിങ്ങളുടെ ലൈസൻസ് കട്ട് ചെയ്യുകയാണ്. ഇനി ഇവിടെ നടക്കുന്ന ഒരു ലേലത്തിലും പങ്കെടുക്കുകയോ മറ്റേതെങ്കിലും ലൈസൻസ് ഉടമകളുമായി പാർട്ണർഷിപ്പ് ഉണ്ടാക്കാനോ പാടില്ല. അവിചാരിതമായി ഉണ്ടായ ഈ സംഭവത്തെ തുടർന്ന് പുതിയ ടെൻഡർ വിളിക്കുകയും ലേലം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ബിസിനസ്സൊക്കെ മറന്നോ വിനയ? ഇനി പോലീസും കേസൊക്കെ ആയിട്ട് ബിസിനസ്സിന് പോലും സമയമുണ്ടാവില്ല. വിനയ, മോളെ, നീ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. റവന്യൂ ഓഫീസിലെ കൊട്ടേഷൻ നമുക്ക് തന്നെ കിട്ടും. പ്രഭാകരൻ ഏറ്റതല്ലേ? അയാൾ വിചാരിച്ച അവിടെ നടക്കാത്തതായിട്ടൊന്നുമില്ല. സേതുമാധവൻ കൈക്കൂലി കൊടുത്ത തെറ്റിൽ എല്ലാവരുടെ മുന്നിൽ ഇപ്പോ തല താഴ്ത്തി നിൽക്കുന്നുണ്ടാവും. ആ കാഴ്ച ശരിക്കും എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അച്ഛൻ വരണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാ. എങ്കിലും വല്ലാത്ത ടെൻഷനുണ്ട് എനിക്ക്. എവിടെയെങ്കിലും ഇതൊന്ന് പാളിപ്പോയാ ഞാനാണ് ഇതിന്റെ പിന്നിലെന്ന് അച്ഛൻ അറിയും. അങ്ങനെ വന്നാ സേതുമാധവനെ ചതിച്ചെന്നും പറഞ്ഞ് അച്ഛൻ എന്റെ നേരെ തിരിയും. ഒരിക്കലും അച്ഛൻ അറിയരുത് ഇതിന്റെ പിന്നില് നമ്മളാണെന്ന്. ഒരിക്കലും അറിയില്ല. ആ പ്രഭാകരൻ സാറാ? എടുക്ക്. നീ കേൾക്കാൻ കാത്തിരിക്കുന്ന വാർത്ത പറയാനാകും വിളിക്കുന്നത്. ഹലോ പ്രഭാകരൻ സാർ. അവന്തികെ, ഒരു ചതി പറ്റി. എന്ത് ചതി? ആരോ നമ്മളെ ചതിച്ചു. സേതുമാധവന്റെ ഫയലിൽ വെച്ച കൈക്കൂലി അവന്തികയുടെ അച്ഛന്റെ ഫയലിലേക്ക് ആരോ മാറ്റിവെച്ചു. എനിക്ക് ഉറപ്പാ സേതുമാധവൻ ആരെയെ കൊണ്ട് കളിപ്പിച്ച കളിയായത്. എല്ലാവരുടെ മുമ്പിൽ വിനയൻ സാർ നാണം കെട്ടു. ഇവിടുന്ന് അപമാനത്തിനായി അദ്ദേഹം ഇറങ്ങിപ്പോയി. ഇനി എല്ലാ കോൺട്രാക്റ്റിൽ നിന്നും വിനയൻ സാറിനെ ബാൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനെല്ലാം കൃത്യമായിട്ട് ചെയ്തതാ. നമ്മൾ ആലോചിച്ച കാര്യം സേതുമാധവൻ ഊഹിച്ചു. അങ്ങനെ കിട്ടിയ പണിയേത്. എന്തു പറ്റി മോളെ?
നമ്മൾ കൊടുത്ത കൈക്കൂലി മാറി അച്ഛന്റെ ഫയലിലായെന്ന്. അച്ഛൻ കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് അച്ഛനെ എല്ലാരും കുറ്റപ്പെടുത്തിയെന്ന്. ചെയ്തതൊക്കെ തിരിച്ചടിക്കാണല്ലോ. അയാൾ ഇതെന്ത് പരിപാടിയാ കാണിച്ചത്? എല്ലാം ശരിയാക്കി തരാമെന്ന് ഏറ്റിട്ട് പോയതല്ലേ? അയാള് എല്ലാം കൃത്യമായിട്ട് ചെയ്തു എന്നാ പറഞ്ഞേ. സേതുമാധവൻ എന്തോ സംശയം തോന്നി. അയാൾ അച്ഛനെ ചതിക്കാനായിട്ട് മനഃപൂർവ്വം ചെയ്തതെന്ന് അയാള് പറയുന്നേ. അതിന് സാധ്യതയുണ്ട് അമ്മാവ. സ്വന്തം നിലനിൽപ്പിന് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാ സേതുമാധവൻ. എനിക്ക് ഉറപ്പുണ്ട് അച്ഛനെ അയാള് ചതിച്ചത് തന്നെയാ. എന്നിട്ട് അദ്ദേഹം ഇപ്പോ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിന്നല്ലേ പറഞ്ഞത്? എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് പോയിട്ടുണ്ടാവും പാവം. ചെറിയ എന്തേലും വിഷമം മതി, അത് താങ്ങാൻ പറ്റില്ല എന്റെ അച്ഛന്. ഇതെങ്ങനെ സഹിക്കുവോ? എങ്കിലും കൂടെ നടന്നിട്ട് എന്റെ പാവ അച്ഛനെ സേതുമാധവൻ ചതിച്ചു കളഞ്ഞല്ലോ. അറിഞ്ഞിടത്തോളം ഇപ്പൊ നടന്ന സംഭവം എല്ലാവരും അറിഞ്ഞു കാണും.